ഡൽഹിയിലെമ്പാടും അക്രമം കൊള്ളിവയ്പും കൈവിട്ട് പാറ്റക്കലാപം ലഹരിയിൽ മുങ്ങി കലാപകാരികളുടെ ഇവരുടെ അക്രമം അഴിച്ചുവിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്ത്. പാറ്റക്കലാപത്തിന്റെ ഭാഗമായ മലയാളി കലാപത്തെ തള്ളിപ്പറയുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. മദ്യപിച്ച കലാപകാരികൾ അഴിഞ്ഞാടുകയാണ് എന്ന ദൃശ്യങ്ങൾ സഹിതം വെളിപ്പെടുത്തൽ. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. നല്ലൊരു കോഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രൊട്ടസ്റ്റാണിത്. ഇതുപോലുള്ള ആളുകളായി മാറാണ്ടിരിക്കുക, അനാവശ്യമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാട്ടിക്കൂട്ടിലാണ് അവർ കാണിക്കുന്നത്. പോലീസിന്റെ ബാരിക്കേഡുകൾ എടുത്ത് ഡാൻസ് കളിക്കുക, അത് മറിച്ചിടുക, വെറുതെ എന്താ അതിന്റെ ആവശ്യം? നമ്മൾ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടത്തുക, കുറെ പേര് കള്ളും കുടിച്ച് തോന്നിവാസം കളിക്കുക, വെരി ബാഡ്. അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രൊട്ടസ്റ്റ് എക്സ്പ്ലോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാവാണ്ടിരിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കാം. പിടിച്ച ചിലരുണ്ട്, അവരാണ് ശരിക്കും ഈ ദൃശ്യങ്ങൾ കാണേണ്ടത്, അവരാണ് ഈ ദൃശ്യങ്ങൾക്കുള്ള ഉത്തരം പറയേണ്ടത്. എന്തായാലും ശ്രീകാന്തിലേക്ക് പോകുന്നു. ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, ഒരു മലയാളി വിദ്യാർത്ഥി, അദ്ദേഹം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ എത്തിയതാണ്. പക്ഷെ അവിടെ നടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് പോലും മടുത്തുപോയി എന്നുള്ളതാണ്. എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ ചോദിക്കുകയാണ്. ദൃശ്യങ്ങളാണത്. പറയൂ ശ്രീകാന്ത്, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർ അടങ്ങിയില്ല, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് തവണ കേന്ദ്രം നിലപാട് അറിയിച്ചതാണ്, ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ ഇവർ ചർച്ചയ്ക്കല്ലല്ലോ, നീറ്റല്ലല്ലോ ലക്ഷ്യം. രാഗി, ഇയാൾ വിദ്യാർത്ഥിയൊന്നുമല്ല. ഈ നടക്കുന്ന കലാപത്തെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ നിന്നും വണ്ടി കയറിയെത്തിയ നല്ല ഇരുത്തം വന്ന കലാപകാരിയാണ്. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇയാൾക്ക് മനസ്സിലായത്, ഇയാൾ കേരളത്തിൽ കാണിക്കുന്നതിനേക്കാൾ 100 മടങ്ങാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് ഇയാൾക്ക് മനസ്സിലായി. അതിനെ തുടർന്നാണ് ഇയാൾ തന്നെ ഇത് വീഡിയോയിലൂടെ ഇപ്പോൾ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. രാഖി, മനസ്സിലാക്കേണ്ട കാര്യം, ഈ നിമിഷം കേരളത്തിലെ മാധ്യമങ്ങളോടാണ് ഈ ദൃശ്യങ്ങൾ. ജനം TV, കേരളത്തിലെ ഒരേ ഒരു മാധ്യമം, കേരളത്തിൽ ഈ കലാപത്തെക്കുറിച്ചുള്ള വാർത്തകൾ, യഥാർത്ഥ വസ്തുതകൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരേ ഒരു മാധ്യമം ജനം TV. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതാ ഇന്നത്തെ ദിവസം രണ്ടാമത്തെ വീഡിയോ മുന്നോട്ട് വയ്ക്കുന്നു. ആദ്യം ഒരു നടിയുടെ വീഡിയോ കൊണ്ടുവന്നു, അതവർ നൽകിയില്ല. ഇതാ, ലജ്ജയുണ്ടെങ്കിൽ, ഒരല്പമെങ്കിലും ലജ്ജ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നൽകാൻ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ അവർക്ക് കൂടി മുന്നോട്ട് വെക്കുന്നു. കേരളത്തിൽ നിന്നും എത്തിയ ഒരു വിദ്യാർത്ഥി പറയുകയാണ്, പാറ്റ കലാപം കൈവിട്ടു പോകുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ഡൽഹിയിലെമ്പാടും അക്രമവും കൊള്ളിവയ്പും നടക്കുകയാണ്. ഇപ്പോൾ ലഹരിയിൽ മുങ്ങിയിരിക്കുകയാണ് പാറ്റാക്കൂട്ടങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അക്രമം അഴിച്ചുവിടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. അതായത് വൈകുന്നേരമാകുമ്പോൾ കള്ളും കഞ്ചാവും അടിച്ച് ഈ പോലീസിനെ ആക്രമിക്കുക, പോലീസിന്റെ വാഹനങ്ങൾ തകർക്കുക, ബാരിക്കേഡുകൾ തകർക്കുക, സർക്കാർ സ്ഥാപനങ്ങൾ കത്തിക്കുക. പ്രാചീൻ ഹനുമാൻ മന്ദിർ, രാഖി വീണ്ടും പറയുകയാണ്, CPയിലെ പ്രാചീൻ ഹനുമാൻ മന്ദിർ, അവിടെ മദ്യപിച്ച് കഞ്ചാവടിച്ച് അതിക്രമിച്ച് കയറി ഭഗവാൻ ശ്രീരാമനെ തെറിവിളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് നേർക്ക് കല്ലെറിയുകയും ആ ക്ഷേത്രം കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വരുന്നത്. പാറ്റ കലാപത്തിന്റെ ഭാഗമായ മലയാളി കലാപത്തെ തള്ളിപ്പറയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. മദ്യപിച്ച് കലാപകാരികൾ അഴിഞ്ഞാടുകയാണെന്ന് ദൃശ്യങ്ങൾ സഹിതം ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നു. പോലീസിനെ ആക്രമിക്കുകയും ബാരിക്കേഡുകൾ തകർക്കുകയും ചെയ്യുന്ന വീഡിയോയാണ് ഇയാൾ പുറത്തുവിട്ടത്. ഡൽഹി കലാപത്തെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ നിന്നും എത്തിയ കലാപകാരി കൂടിയാണ് ഇയാൾ. അയാളാണ് ഈ ദൃശ്യങ്ങൾ വിടുകയുണ്ടായത്. മിസ് രഞ്ജിനി ഹരിദാസ്, നിങ്ങൾക്ക് മുന്നിലേക്ക് ജനം TV ഈ വീഡിയോ വയ്ക്കുന്നു. പണം വാങ്ങിയാണ് നിങ്ങൾ വന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കിനി സംശയമില്ല. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയെന്നും താമസിക്കാൻ ആഡംബര ഹോട്ടൽ കിട്ടിയെന്നും ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞു. ഇവിടെ സമാധാനപരമായ സമരമാണ് നടക്കുന്നതെന്ന് പറഞ്ഞ മിസ് രഞ്ജിനി ഹരിദാസ് നിങ്ങൾക്ക് മുന്നിലേക്ക് ജനം TV ഇതാ ഇന്നത്തെ ദിവസം തന്നെ രണ്ടാമത്തെ വീഡിയോ പങ്കുവയ്ക്കുകയാണ്. എന്തക്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ കാണൂ. മദ്യപിച്ച് കഞ്ചാവടിച്ച് ഇവിടെ നടക്കുന്ന അക്രമവും പേക്കൂത്തും കൊള്ളയും കൊള്ളിവെപ്പും ഒരു കലാപകാരി തന്നെ തുറന്നു കാട്ടുന്ന, ദൃശ്യങ്ങൾ സഹിതം തുറന്നു കാട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മമ്മൂട്ടി, മലയാളത്തിന്റെ മഹാനടൻ,
ഈ ദൃശ്യം കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് കാർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന മമ്മൂട്ടിയുടെ മകൻ ഇത് കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മോഹൻലാലിന്റെ മകൾ പുതിയ സിനിമയിൽ അഭിനയിച്ച് കരിയർ സംരക്ഷിക്കാൻ നടക്കുന്ന മോഹൻലാലിന്റെ മകൾ വിസ്മയ ഈ ദൃശ്യങ്ങൾ കാണണം എന്നാണ് ജനം ടിവിക്ക് പറയാനുള്ളത്. മറ്റ് ടൊവിനോ ഈ ദൃശ്യങ്ങൾ കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നത്തെ ദിവസം ജനം ടി വി പുറത്തുവിടുന്ന ഈ പാറ്റ കലാപത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നത്, ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്, എന്താണ് നിങ്ങൾ മറച്ചു വെക്കാൻ നോക്കുന്നത് എന്നുള്ളത് സ്പഷ്ടമാവുകയാണ്. ഒരല്പം ആക്ടിവിസത്തിലേക്ക് ജേർണലിസം കടന്നു പോകുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. കാരണം ഇത് തുറന്നു കാട്ടിയേ പറ്റൂ. ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇത് എന്ന് ജനം ടി വിക്ക് ബോധ്യമുണ്ട്. മുമ്പ് ശബരിമല പ്രക്ഷോഭ സമയത്ത് ഭക്തർക്കൊപ്പം എന്ന നിലപാടെടുത്ത ചാനലാണ് ജനം ടി വി. ഇന്നിതാ ഇപ്പോൾ ജനം ടി വി രാഷ്ട്രത്തിനൊപ്പം എന്ന ടാഗ് ലൈനോടുകൂടി നമ്മൾ നേരിട്ട് രാഷ്ട്രത്തിനൊപ്പം തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ കാട്ടിക്കൊടുക്കുന്നത്.